ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ലൈൻ വരക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു ഡോട്ട് ഇട്ടിട്ട് മെഹന്തി കോൺ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഹന്തി കോൺ നമ്മൾ പൊക്കി പിടിച്ച് വേണം ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണം. സർഫേസിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ അതിങ്ങനെ ഇരിക്കും, തീരെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് വേണം നമ്മൾ ലൈന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ലൈന് കിട്ടുള്ളൂ. ഇനി പൊതുവേ നമ്മളൊരു കോമ്പറ്റീഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ റിലേറ്റീവ്സൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ കാണുന്നതാണ് കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഇല്ല, അത് ആങ്സൈറ്റിയുടെ പുറത്ത് വരുന്നതാണ്. അത് നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും കുറച്ച് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ആങ്സൈറ്റി വന്നിട്ട് കൈയൊക്കെ വറക്കാനിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, വരച്ച് നമ്മൾ ചെയ്യുന്ന വർക്കൊന്നും തീരെ പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മെഹന്തി വർക്കിനെ ബാധിക്കുന്ന വേറൊരു ഫാക്ടറാണ്, അതായത് പെർഫെക്ഷനെ ബാധിക്കുന്ന വേറൊരു ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് ഇങ്ങനെ മെഹന്തി കോൺ മേലേക്ക് പൊക്കി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹെന്ന ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും ബേസാണ് ലൈൻസ്. നിങ്ങളൊരു 20 ലൈൻസ് എങ്കിലും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റിലെ ലൈനും ലാസ്റ്റ് ലൈനും തമ്മിൽ ഡിഫറൻസ് കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് തന്നെ ലൈൻ വരക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ഡോട്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആ ഡോട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യണേ വേണം. തിന്നായിട്ടുള്ള ഡോട്ട് ഇട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു വൃത്തികേടായിട്ട് ഇരിക്കും. അതുകൊണ്ട് നിങ്ങളത് നല്ല ശ്രദ്ധിക്കണം. കുഞ്ഞ് ഡോട്ട് ഇടുക, എന്നിട്ട് ലൈൻ വരക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ലൈൻസ് വരയ്ക്കാൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ലൈൻസും ഡോട്ട്സും മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ വരയ്ക്കാൻ നോക്കുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.